ഓം ശാന്തി. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, സമയം ഒന്നിനും തികയുന്നില്ല. പ്രഭാതമായി, രാത്രിയായി, എന്തൊക്കെയോ ചെയ്തു കടന്നുപോയൊരു ദിവസം, ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ, സമയം ഒന്നിനും തികയുന്നില്ല. ആകെ ഒരു സംതൃപ്തി കുറവ് പോലെ. ഇങ്ങനെയൊക്കെ പലവരും സമയം തികയാത്തതിൻ്റെ വീർപ്പുമുട്ടൽ അനുഭവിക്കാറുണ്ട്. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. ചിലവർ 24 മണിക്കൂറിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നു. വേറെ ചിലവർ 24 മണിക്കൂർ ഇനി 24 മണിക്കൂറും കൂടി ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ച് ടെൻഷനാകുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സമയത്തെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ഒരു ദിവസം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സമയത്തെ പ്രോപ്പറായി ഉപയോഗിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിൻ്റെ ആത്മസംതൃപ്തി അനുഭവിക്കാനും സാധിക്കും. അതിനുവേണ്ട ഒരു പ്ലാനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് എങ്കിൽ, അയ്യോ അത് ഞാൻ പറയാൻ മറന്നുപോയി, ഇത് ഞാൻ ചെയ്യാൻ മറന്നുപോയി, ഇവർക്ക് വിളിക്കാൻ മറന്നുപോയി, ഇവരുടെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ മറന്നുപോയി, ഇങ്ങനെ 1000 മറന്നുപോയി ടെൻഷനാക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേറ്റാണ്, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റാ, ടെലിഫോൺ ബില്ലടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റാ, ഇങ്ങനെ ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത കാര്യമാക്കി മാറും. എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ തയ്യാറാക്കുമ്പോൾ. അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ 20-25% എഫിഷ്യൻസി വർദ്ധിക്കും, 25% നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അതേസമയം തന്നെ നമുക്കുള്ളതെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്ത ആനന്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. ചെയ്യാനുള്ള കാര്യങ്ങളുടെ ആ ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ എപ്പോഴാണ് ഈ പട്ടിക തയ്യാറാക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തിൻ്റെയും തലേദിവസം, അതായത് നാളെ പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ രാത്രി എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ സുഖം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് കംഫർട്ടായിരിക്കും, പീസ്ഫുള്ളായിരിക്കും, നല്ല നിദ്ര നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്യുക. സപ്പോസ് ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല രാത്രിയെങ്കിൽ, പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അന്ന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ആ ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. അങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിനെ ഓർഗനൈസ് ചെയ്തതായിട്ട് നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക? ഈ ലോകത്തെ മഹാന്മാർ അവരെല്ലാവരും തന്നെ അവരുടെ സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടു ഡു ലിസ്റ്റിലൂടെയാണ്. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയ കിട്ടും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെ തയ്യാറാക്കാം. ഇങ്ങനെ പല മഹാന്മാരുടെയും ജീവിതത്തിൽ അവർ അഡാപ്റ്റ് ചെയ്ത ആ ടു ഡു ലിസ്റ്റിൻ്റെ ആധാരത്തിൽ വെറൈറ്റിയായ പല സിസ്റ്റംസുമുണ്ട്. അതിൽ ഏറ്റവും സാധാരണ ഒരു വ്യക്തിക്ക് കരണീയമായത് എന്താണെന്ന് വെച്ചാൽ ABC സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ ABC സിസ്റ്റം? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ 3 കാറ്റഗറിയിലേക്ക് നമ്മളതിനെ മാറ്റുകയാണ്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട വളരെ എസെൻഷ്യലായ കാര്യം, ക്രിട്ടിക്കലായ കാര്യം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ വളരെ ആപത്തുണ്ടാകുന്ന കാര്യം, അർജൻറ്റായ കാര്യം, അങ്ങനെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ അതിനിടുന്ന ലിസ്റ്റാണ് A. അതിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാതെ മറന്നു പോകുന്ന ബില്ലടയ്ക്കാനുള്ള ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവസാനം വരുമ്പോൾ ടെൻഷനാക്കും. അതുകൊണ്ട് ആ ഡേറ്റ് ഇടാം. അതുമാതിരി ഫീസ് കൊടുക്കേണ്ട ദിനങ്ങൾ, സ്കൂൾ ഫീസായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസായിരിക്കാം, അങ്ങനെയുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം പക്ഷെ മറന്നു പോകാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിടാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച ചില പ്രൊജക്റ്റുകളുടെ റിപ്പോർട്ടുകൾ, അത് നമ്മൾക്ക് കൊടുത്തേ പറ്റൂ, ഡെഡ് ലൈനാണ്, അതിനു മുന്നേ നമ്മൾ ചെയ്തു തീർക്കണം, അത് മറന്നു പോകാതിരിക്കാൻ അതിൽ ഉൾപ്പെടുത്താം. പരീക്ഷയ്ക്ക് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പരീക്ഷ മുന്നിൽ നിൽക്കുകയാണ്, അല്ല നമ്മളൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്, പരീക്ഷയൊക്കെ വിദൂരത്തിലാണ്. സാധാരണ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ പരീക്ഷ മുന്നിൽ വരുന്ന സമയത്ത് ഇനി വരാൻ പോകുന്നത് ഫിസിക്സ് പരീക്ഷയാണ്, അപ്പോൾ ഈ ദിവസത്തിൽ ഞാൻ 10 ലെസൺസ് കവർ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ പഠിപ്പിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള നിർബന്ധമായി നമ്മൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ അത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ആപത്തുണ്ടാകും, നഷ്ടമുണ്ടാകും, നമുക്ക് വിഷമമുണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് A കാറ്റഗറിയിൽ പെടുത്തേണ്ടത്.
രണ്ടാമത്തതാണ് ബി കാറ്റഗറി. ബിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ റൊട്ടീനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫാണെങ്കിലും ശരി, അതിലൊക്കെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി സ്റ്റഡി, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഓഫീസിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ലിസ്റ്റിൽ പെടുത്താം. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ മെജോറിറ്റി കാര്യങ്ങളും വരിക ബി ലിസ്റ്റിലായിരിക്കും. അതാണ് നമ്മുടെ നിത്യജീവിതത്തിന് കൊണ്ടുപോകുന്നത്. ഇനി സി ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല നീറ്റാക്കി സെറ്റാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കബോർഡൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളേക്ക് മാറ്റി വെച്ചതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നേരം നമുക്ക് ഇഷ്ടമുള്ള ഗാർഡനിങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് ബാക്കിയുണ്ട് അത് കാണുകയാണ്. ഇങ്ങനെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ഞാൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്തില്ലെങ്കിൽ അത് ഇന്ന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിരന്തരം ചെയ്യാതിരുന്നാൽ അതും ബി ലിസ്റ്റിലേക്കും എ ലിസ്റ്റിലേക്കും കയറും. എന്നാലും അത് ഇന്ന് മാറ്റിവെക്കാവുന്ന കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സി ലിസ്റ്റിൽ ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് എ ലിസ്റ്റിലെ കാര്യങ്ങളാണ്, പിന്നീട് ബി ലിസ്റ്റിലെ കാര്യങ്ങൾ. ഇത് രണ്ടും കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആത്മസംതൃപ്തി അനുഭവമാവും. എ ലിസ്റ്റും ബി ലിസ്റ്റും കൃത്യമായി നമ്മൾ നിർവഹിച്ചാൽ സി ലിസ്റ്റ് നമുക്കൊരു ഗിഫ്റ്റാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് നേരം ചെയ്യാം. ഇങ്ങനെ ലൈഫിൽ വരുന്ന ഏതൊരു കാര്യത്തിനെയും ഈ 3 ഗ്രൂപ്പിൽ എ ബി സി ഇതിലേതാണോ എമർജൻസി ആയി ചെയ്യേണ്ടതാണോ, എൻ്റെ റൊട്ടീനാണോ, അതെനിക്ക് എപ്പോഴെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണോ എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ആ ടു ഡു ലിസ്റ്റ് ഈ ഒരു ABC സിസ്റ്റത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷമായ ഒരു ആത്മസംതൃപ്തിയോട് കൂടി ഒരു ദിവസം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കണം, ഫുൾ ടൈം ഷെഡ്യൂളാക്കി ഒന്ന് ടൈറ്റാക്കി നമ്മൾ അസ്വസ്ഥാകുന്ന രീതിയിൽ എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും അത് ചെയ്യണം ഇത് ചെയ്യണം ഇതിൻ്റെ ടൈമാണ്, അങ്ങനെ ഒരു നെട്ടോട്ടോടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ട ലിസ്റ്റ് നമ്മളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക്, സ്വസ്ഥമായി ചെയ്യാവുന്ന ഒരു സമയം. കാരണം ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു അബദ്ധം ഉണ്ടായെന്ന് വരാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം വന്നെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ള സമയം കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മളെ പരിശോധിക്കണം. ഇത് ഞാൻ ചെയ്യുന്നുണ്ടോ? കാരണം ഏതൊരു കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ അത് മറന്നു പോകാം. അതുകൊണ്ട് ആ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ പരിശോധിക്കണം. ഞാൻ ചെയ്യുന്നുണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ല ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ലിസ്റ്റിനെ ഞാൻ തന്നെ ഇരുന്ന് പരിശോധിച്ച് നോക്കണം. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് കടന്നു പോയത്, ഞാൻ വിചാരിച്ച ആ പ്ലാനിങ്ങൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയോ, അതോ മീറ്റ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണോ, അതോ കാര്യങ്ങൾ എൻ്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ, ഇങ്ങനെയൊക്കെ ഒരു ചെക്കിങ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ചെക്കിങ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ആവശ്യാനുസാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് നല്ലൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നമ്മുടെ ഹാബിറ്റാക്കി മാറ്റണം, ഒരു സ്വഭാവമാക്കണം. ഇന്ന് ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തു, 1 മാസം ചെയ്തു, പിന്നെ അത് ചെയ്യാതെയായി, അങ്ങനെ ആക്കരുത്. ഡെയിലി നമ്മൾ ചെയ്യണം എന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ സ്വഭാവത്തിൽ ടു ഡു ലിസ്റ്റ് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് സംതൃപ്തി അടയുന്ന, ഒരു കാര്യവും മറക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന, ഷെഡ്യൂളായിരിക്കുന്ന ഓർഗനൈസ്ഡായുള്ള ലൈഫ് നമുക്ക് നമ്മുടെ സ്വഭാവത്തിലൂടെ വാർത്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ദിവസത്തിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അതിനെ പ്ലാൻ ചെയ്ത് കൃത്യമായി ഏത് സമയത്ത് ഏത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടി അതിൽ കാറ്റഗറൈസ് ചെയ്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത്, സെക്കൻഡ് ചെയ്യേണ്ടത് ഏത്, തേർഡ് ചെയ്യേണ്ടത് ഏത് എന്നുള്ളതൊക്കെ നമ്മൾ ABC സിസ്റ്റത്തിലൂടെ ചെയ്ത് അതിൽ ടൈറ്റാക്കാതെ സ്വസ്ഥമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കിൻ ചെയ്ത് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവമാക്കി മാറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്കും ഓരോ സമയവും വളരെയധികം ആസ്വദിച്ചതായും ഒരു ആത്മസംതൃപ്തിയുള്ളതായും ഒരു ആനന്ദം നിറഞ്ഞ ഒരു ദിവസം കഴിഞ്ഞു പോയതുപോലെ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ഓരോ ദിവസവും ആനന്ദം നിറഞ്ഞതായി തീരട്ടെ. നിങ്ങളുടെ സമയം ഉപയോഗിച്ചു എന്ന ആത്മസംതൃപ്തി അനുഭവിക്കാനാകട്ടെ.